പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഴക്കാലമാണല്ലേ, പൊതുവെ പനിക്കാലവുമാണ്. അതെ, ഈ വർഷം ഏകദേശം മെയ് അവസാനത്തോടുകൂടി കാലവർഷം എത്തുകയും ഈ ഒരു കർക്കിടകമായി ജൂലൈ അവസാനിക്കാറായിട്ടും ഒരു കാലവർഷം നിർത്താതെ അങ്ങനെ പെയ്യുകയാണ്. ഇതിന്റെ ഇടവേള എടുക്കാൻ പോലും കാലവർഷം സമ്മതിക്കുന്നില്ല. നമ്മുടെ പനിക്കാലം സാധാരണ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത്തവണ ഒരു ജൂലൈ മാസത്തിലേക്ക് കടന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകളൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം കേരളത്തിൽ 10,000-ലധികം പനിക്കാരുടെ ഒരു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് മാധ്യമ വാർത്തകളിൽ കണ്ടത്. അപ്പോൾ പെട്ടെന്നൊരു വാർത്ത ഞാൻ ഇന്ന് വായിക്കുകയുണ്ടായി. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉറപ്പായും നമുക്ക് ഇതൊരു യൂട്യൂബിലൂടെ, ഈ ഒരു മാധ്യമത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം ലോകാരോഗ്യ സംഘടനയുടെ ഒരു അലർട്ടാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് തീർച്ചയായും ഷെയർ ചെയ്യണമെന്ന് തന്നെ തോന്നി. ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സമകാലീന വാർത്തകൾ, അതേപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് എല്ലാം നാം ഈ ചാനൽ വഴി ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വാർത്തയിലേക്ക് നോക്കാം. അതായത് ആഗോളതലത്തിൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ആഗോളതലത്തിൽ ചിക്കൻ ഗുനിയ വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു മുന്നറിയിപ്പാണ്. അതായത് യൂറോപ്പിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഏഷ്യയിലും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ ഈ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമീപത്തുള്ള പല ദ്വീപുകളിലും ഉൾപ്പെടെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകത്തിൽ 119 രാജ്യങ്ങളിലായി ഏകദേശം 5.2 ബില്യൺ ജനങ്ങൾ ഈ ഒരു അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം ടൈഗർ കൊതുകുകൾ അഥവാ ഈഡിസ് ആൽബോപിക്സ് എന്നറിയപ്പെടുന്ന ഈ കൊതുകുകളാണ് ഈ ഒരു പ്രദേശത്ത്, യൂറോപ്പിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറ്റു ദ്വീപുകൾ ഉൾപ്പെടുന്ന ഭാഗത്ത് ഏറെയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ടെന്നൊരു സാഹചര്യം മുന്നിൽ കണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് എന്തൊക്കെയാണ്, ഈ രോഗാവസ്ഥ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് മുൻകരുതൽ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പകരുമോ എന്നൊക്കെ ഒരു വിശദ വിവരങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിലുണ്ട്. മാധ്യമങ്ങൾ അത് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാം. ഞാൻ വായിച്ചറിഞ്ഞതും മാധ്യമ റിപ്പോർട്ടുകളുടെ ബേസിൽ എനിക്ക് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഒരു മെഡിക്കൽ എക്സ്പെർട്ട് ഒന്നുമല്ല. ഇതിന്റെ കൃത്യതയായുള്ള കാര്യങ്ങൾക്ക് നിങ്ങളൊരു ഗവൺമെന്റ് ഓതറൈസ് അംഗീകൃത ഡോക്ടറുടെ ഒരു മെഡിക്കൽ എക്സ്പെർട്ട് പേഴ്സന്റെ ഒരു സേവനം, ഒരു കൺസൾട്ടിങ് നടത്തി അത് കൃത്യമായി ഇതിന്റെ ഞാൻ പറയുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകാം, അതിന്റെ ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ചിക്കൻ ഗുനിയ അതായത് സാധാരണ ഒരു പനിയല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു രോഗാവസ്ഥ സാധാരണയായി ഇതിന്റെ ലക്ഷണങ്ങൾ അടുത്തടുത്ത് വരുന്ന ഇതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ പലരും ഇത് ഡെങ്കിപ്പനിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഡെങ്കിപ്പനിയല്ല. അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ചിക്കൻ ഗുനിയയെ ഡെങ്കിപ്പനിയിൽ നിന്നും മറ്റുള്ള പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ തീവ്രതയേറിയ ഒരു പേശീവേദന അല്ലെങ്കിൽ ഒരു സന്ധികളിൽ ഉണ്ടാകുന്ന ഒരു തീവ്രമേറിയ വേദനയാണ് ഇത് മറ്റുള്ള പനികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അതായത് മക്കോണ്ട ഭാഷയിൽ നമ്മുടെ ഈ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന വാക്കിനർത്ഥം അതായത് വളഞ്ഞു പോകുക അല്ലെങ്കിൽ കുനിഞ്ഞു പോകുക എന്നൊക്കെയാണ്. അതായത് ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സന്ധികളിലും പേശികളിലും ഉണ്ടാകുന്ന വേദന കൊണ്ട് ഒരു വളഞ്ഞു പോകുവാനും ഒരു കുനിഞ്ഞ അവസ്ഥയിലേക്കാകുവാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഈ രോഗത്തെ ചിക്കൻ ഗുനിയ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഈ രോഗം വരികയാണെങ്കിൽ ആദ്യമായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി, സന്ധികളിലെ വേദന, അതായത് സന്ധികളിൽ മാത്രമല്ല പേശികളിലെ വേദന, കാൽമുട്ടുകൾ, കൈമുട്ടുകൾ അങ്ങനെയുള്ള തുടങ്ങിയ സ്ഥലങ്ങളിലെ വേദന, അപൂർവമായി കണ്ണിനെ ബാധിക്കുന്നതും ഒരു ഹൃദയത്തെ ബാധിക്കുന്നതുമായ ചില സങ്കീർണതകൾ ചിലപ്പോൾ ഈ രോഗത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സന്ധി വേദന ചിലർക്ക് ആഴ്ചകളോളം, മറ്റു ചിലർക്ക് മാസങ്ങളോളം, വർഷങ്ങളോളം ഉണ്ടാവാൻ സാധ്യതയുള്ളതും ചില ആളുകൾക്ക് നമ്മുടെ അവയവങ്ങളിൽ ചെറിയൊരു എടുക്കാനായിട്ടുള്ള പ്രയാസം അല്ലെങ്കിൽ ചെറുതൊരു പെർസെന്റേജ് ഒരു അംഗവൈകല്യം സാധാരണ പോലെ ഒരു കാഷ്വലായിട്ട് നേരത്തെ ചെയ്തിരുന്നത് പോലെ ചെയ്യാൻ സാധിക്കില്ല എന്നും ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വൈറസ് ബാധിച്ചാൽ എന്തായിരിക്കും ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശാരീരിക അവസ്ഥ എങ്ങനെയാണ്?
അതായത് സാധാരണയായി ഈ കൊതുകിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ 4 മുതൽ 8 ദിവസത്തിനകം ഇതിന്റെ രോഗലക്ഷണങ്ങൾ വരികയും രോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. 7 മുതൽ 10 ദിവസം വരെ ഈ രോഗം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. ഈ സമയത്ത് തീവ്രമായ ഒരു സന്ധിവേദന, പേശിവേദന, ചിലർക്ക് കണ്ണിന് കുഴപ്പം, വളരെ ക്ഷീണം, അതായത് എപ്പോഴും ഉറക്കം വരാൻ ഒരു കാരണം, അതേപോലെ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കും, അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപൂർവമായി ചില ആളുകൾക്ക് കണ്ണിന് ഹൃദയത്തേക്ക് ബാധിക്കുമെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രോഗം മറ്റുള്ളവരിലേക്ക് പകരുമോ എന്നുള്ളതാണ്. സാധാരണയായി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു സ്രവം മുഖേന ഒന്നും പകരുകയില്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ രോഗമുള്ള ഒരു കൊതുകിന്റെ കടിയേറ്റാൽ മാത്രമേ ഇത് മറ്റൊരാളിലേക്ക് പകരൂ. ഈ കൊതുകുകൾ പ്രധാനമായും പകലാണ് സഞ്ചരിക്കുന്നത്, പ്രധാനമായും പകലാണ് ഇതിന്റെ കടിയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിലുള്ളതും അതിരാവിലെയുമുള്ളതുമായ കൊതുകിന്റെ കടിയേൽക്കൽ നാം മാറ്റി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധ മാർഗം. ഇത് രാത്രി കാലങ്ങളിൽ ഈ കൊതുക് സഞ്ചരിക്കില്ല, കടിയേൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു അസുഖത്തിനെ പ്രത്യേകിച്ചൊരു ആന്റിവൈറൽ ചികിത്സയോ ഒരു വാക്സിനോ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മികച്ച പ്രതിരോധം, അതായത് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതായത് കൊതുക് നശീകരണം, കൊതുകിന്റെ കൊള്ളാതെ സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായും നാം വീടുകളിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു സന്ധ്യാസമയങ്ങളിലും പകൽ സമയങ്ങളിലും രാവിലെയും ഒക്കെയാണ് ഈ കൊതുക് വരുന്നത്, ഇതിന്റെ കൊള്ളാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കൊതുകടിക്ക് ഏറ്റവും കൂടുതൽ കൊണ്ട് പ്രതിരോധ ഇമ്മ്യൂണിറ്റി പവറും കുറവായിരിക്കുമല്ലോ, കൂടുതലും കൊള്ളുവാനും ആ ഒരു അസുഖം വരാനും സാധ്യത. അതുകൊണ്ട് കൊതുക് നശീകരണം ചെയ്യുക. നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു മുട്ടത്തോടിൽ പോലും കൊതുകുണ്ടാകാൻ സാധ്യതയുണ്ട്. 300ഓളം കൊതുകുകൾ വേണമെങ്കിൽ മുട്ടകൾ വളരാനുള്ള സാഹചര്യം ഒരു മുട്ടത്തോടിലുള്ള നല്ല വെള്ളത്തിൽ, അതായത് നല്ല വെള്ളത്തിൽ മാത്രമേ, ഉപ്പുവെള്ളത്തിൽ കൊതുക് വളരില്ല എന്നാണ് പറയുന്നത്, നല്ല വെള്ളത്തിൽ വളരാൻ സാധിക്കും. നമ്മൾ ഒരു ചിരട്ടയിലുള്ള വെള്ളത്തിൽ കൊതുക് നശീകരണം മാത്രം, പിന്നെ അത് മാത്രമല്ല ഹെൽത്തിൽ നിന്ന് കൊതുക് നശീകരണത്തിനുള്ള ആ ഒരു മരുന്നുകൾ വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കൊതുക് നശീകരണം മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു പ്രതിരോധ മാർഗം എന്നാണ് WHO കൃത്യമായി പറയുന്നത്. അതായത് ഒരു വാക്സിനോ ഇതിനൊരു ആന്റിവൈറൽ മരുന്നോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതിന് കൊതുക് നശീകരണം മാത്രമേ ഇതിനൊരു ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് WHO ഒരു വിവരം. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു ചാനലിലൂടെ ഒരു ഇൻഫോർമേറ്റീവും ഒരു ലേറ്റസ്റ്റ് ആയ രണ്ടും കൂടി കലർന്ന ഒരു ന്യൂസ് ആണിത്. ഇത് പങ്കുവെക്കാൻ സാധിച്ചു എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരു കേരളത്തിലെ ഈ ഒരു കാലവർഷക്കാലത്ത്, പനിക്കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമ്പോൾ ഒരു 1-2 പേരെങ്കിലും ഇത് കേട്ടിട്ട് അങ്ങനെയുള്ള ഒരു കൊതുക് നശീകരണത്തിനോ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുത്താൽ അതൊരു വിജയമല്ലേ. എന്നാൽ കഴിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നുള്ളൂ. അതേപോലെ നിങ്ങളുടെ ആരോഗ്യപരമായ നിർദ്ദേശങ്ങളും കമന്റുകളൊക്കെ നമ്മൾക്ക് വേണം, ആവശ്യമാണ്. അതേപോലെ വിമർശനങ്ങൾ വേണം, അതും ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി വീണ്ടും വരാം എന്നൊരു പ്രതീക്ഷയോടെ വീണ്ടും പറയുന്നു, ഈ ഒരു കാര്യം ഡോക്ടറോ മെഡിക്കൽ ഒരു എക്സ്പെർട്സിനെയോ ഔദ്യോഗികമായുള്ള എക്സ്പെർട്സിനെയോട് കൺസൾട്ട് ചെയ്ത് ഇതിന്റെ കൃത്യത ഉറപ്പുവരുത്തണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, നമസ്കാരം.